ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം, അതിൻ്റെ 18 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. വിതക്കാരൻ്റെ ഉപമ വിശദീകരിക്കുന്നു. അതിനാൽ വിതക്കാരൻ്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. വചനം കേട്ടിട്ട് ഉടനെ സസന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണു പോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണ വിത്ത്. ഒരുവൻ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. ഇവനാണ് മുള്ളുകളുടെ ഇടയിൽ വീണ വിത്ത്. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇത് തന്നെയാണ് ഇന്ന് നമ്മളും മനസ്സിലാക്കേണ്ടത്. നല്ല നിലത്ത വീണ വിത്തായി തീരാനായിട്ടാണ് നമ്മളെ കർത്താവ് അയച്ചിരിക്കുന്നത്. നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായിത്തീരണം. വചനം ശ്രവിച്ചു, ഒരു ധ്യാനത്തിന് പോയി, ധ്യാനം കൂടി ഓടി വന്നു കഴിഞ്ഞ് പിന്നെ ഹാലലിയായി ഇതായി ആകപ്പാടെ ഒച്ചയും ബഹളവും കോലാഹലവും ഒക്കെ ആയിരിക്കും. കുറച്ച് ദിവസത്തേക്ക് അതെല്ലാം ഉണ്ടാകും. അത് കഴിയുമ്പോൾ അതിൻ്റെ കെട്ടടങ്ങിപ്പോവും. അതിനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. ഒരിക്കലും ഇവിടെ താമരവിളി അച്ഛൻ പറഞ്ഞൊരു കാര്യം, അച്ഛൻ പണ്ട് ധ്യാനം നടത്തിയ ഒരു അമ്മച്ചി ധ്യാനമെല്ലാം കൂടി ഇടവകയിൽ പോയി. ആ ഇടവകയിലെ പ്രായമായ ഒരു അച്ഛനായിരുന്നു കുർബാന ബലിയർപ്പിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ അവിടെ ബലിയർപ്പിച്ചു, കാസയും പീലാസയും എടുത്തു, കുർബാന എടുത്തു, തിരുവോസ്തി എടുത്ത് കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഈ അമ്മച്ചി ഏറ്റവും ഫ്രണ്ടിലായിരുന്നു വെച്ചാൽ അമ്മച്ചി അവിടെ കിടന്നു ഹല്ലേലൂയ ഹല്ലേലൂയ. അച്ഛൻ പേടിച്ചു പോയി. അച്ഛൻ്റെ കയ്യിൽ നിന്ന് വെച്ച ഓസ്തി തെറിച്ചുപോയി. ആ ഓസ്തി കാറ്റുണ്ടായിരുന്നതുകൊണ്ട് ഫാനിട്ടിരുന്നതുകൊണ്ട് പറന്നു പോയി. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, അച്ഛാ അത് ഇവിടെയുണ്ട്. അതിനുശേഷം കുർബാന കഴിഞ്ഞപ്പോൾ അച്ഛൻ ആ ചെഴുത്തിനെ കണ്ടു. ചെഴുത്തിയോട് ചോദിച്ചു, ചെഴുത്തി എന്താ ഉണ്ടാക്കി? അച്ഛാ ധ്യാനം കഴിഞ്ഞ് വരുന്നതാണ്. ആരാണ് ധ്യാനിപ്പിച്ചത്? ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ താമരവിളിയച്ഛനാണ് ധ്യാനിപ്പിച്ചത്. അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇവരോട് പറഞ്ഞു വിടരുത്. ഞങ്ങൾ പറഞ്ഞൊരു സത്യത്തിൽ അത് ചിരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? കാരണം അതുപോലെ ഒരു അവസ്ഥയിലൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ പള്ളിയിലൊന്നും പോയി ചെയ്യരുത്. ഈശോയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ ആ സ്നേഹം ആഴത്തിലിറങ്ങണം. കണ്ടുമുട്ടിയ ഈശോയെ നമ്മൾ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പിരിയാത്ത ആ സ്നേഹം അനുഭവിച്ച് മുന്നോട്ട് പോകണം. അപ്പം മാത്രമേ നമുക്ക് ഈ 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ പറ്റത്തുള്ളൂ. അത് ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ മാത്രമേ അത് നടക്കുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ വരുന്നു. നമ്മൾ ഈശോയിലായിരിക്കുന്ന വ്യക്തിക്ക് എപ്പോഴും സുഖവും സമൃദ്ധിയും എന്നൊന്നും വിചാരിക്കേണ്ട. സഹനങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ജീവിതത്തിൽ വന്നിരിക്കാം. പക്ഷെ അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു സംശയവും വേണ്ടതിന്. അനുഭവങ്ങൾ കൊണ്ടാണ് പറയുന്നത്, അല്ലാതെ വെറുതെ ഒന്നും പറയുന്നതല്ല. അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. എന്തെല്ലാം സഹനം വന്നാലും നമ്മുടെ മുമ്പേ നടക്കുന്നവനെ നമ്മൾ കാണണം. അത് ഈശോയാ. അവിടുത്തെ കരം വിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നടക്കാൻ ശ്രമിക്കാതിരുന്നാൽ മതി. ആ കയ്യെ പിടിച്ചോളുക, എതിലെ വേണേലും കൊണ്ടുപോകും. മുള്ളു കാലിൽ തറയാതെ നമ്മളെ കാത്തുകൊള്ളും. ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായി നമുക്ക് തീരാം. വചനം നമ്മളോട് പറയുന്നത് അനുസരിക്കുക. അതനുസരിച്ചാൽ തീർച്ചയായിട്ടും ഈശോ ആഗ്രഹിക്കുന്ന തലത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ലൗകിക വ്യഗ്രത എല്ലാ മനുഷ്യനും ഉണ്ടാവും. ഈ ലോകത്തിലേക്ക് വരുമ്പോൾ പൈസയോടുള്ള ആർത്തി, മറ്റുള്ള ഈ ലൗകികമായ സുഖങ്ങളോടുള്ള ഇതെല്ലാം വെച്ച് നീട്ടും സാത്താൻ. അവിടെയെല്ലാം നോ പറയാൻ, പല കാര്യങ്ങളോടും നോ പറയാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾ ശരിയായ തലത്തിൽ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ കർത്താവിൻ്റെ അടുക്കൽ നിന്ന്. അതല്ലേ നമുക്ക് ആവശ്യമുള്ളത്. അല്ല മനുഷ്യൻ നമ്മളെക്കുറിച്ച് നല്ലത് പറയില്ല. അതൊന്നും നമുക്ക് ആവശ്യമില്ല.
മനുഷ്യൻ എൻ്റെ ഭാര്യേനോട് ചിലർ പറയും, അവരങ്ങനെ പറയുമായിരിക്കും, ഇവരിങ്ങനെ പറയുമായിരിക്കും. അവരെന്നാ പറഞ്ഞാലും നമുക്കെന്താ? ആരെന്തു പറഞ്ഞാലും നമ്മളെ അത് ബാധിക്കുന്നില്ല. ഈശോ നമ്മളെക്കുറിച്ച് എന്തു പറയുന്നു അത് മാത്രം നോക്കിയാൽ മതി. ലോകം ഒരിക്കലും നല്ലതെന്ന് ഈശോയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ നമ്മളെക്കുറിച്ചോ എന്നെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ പറയില്ല. അപ്പോൾ അതൊന്നും ഓർത്ത് നിങ്ങൾ വിചാരിച്ചിരിക്കട്ട. ഈശോയെ സന്തോഷിപ്പിച്ച് നല്ല ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായി നമുക്ക് തീരാം. ഈശോ പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങളനുസരിച്ച് മുന്നോട്ട് പോകാം. തെറ്റുകൾ ഉണ്ടാകുമ്പോൾ കുമ്പസാരം എന്ന കൂദാശയിലൂടെ കടന്നുപോയി സൗഖ്യം പ്രാപിക്കാം. ഈശോയുമായി ഒന്നായി ജീവിക്കാം. ഈശോ ഈ വചനം സേവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഈ വചനത്തിൻ്റെ അനന്തമായ ശക്തി ഒഴുകിയിറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളെ സർവശക്തനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.